അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. മധുരക്കിഴങ്ങാണ് കേട്ടോ. അതൊന്ന് പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല പോലെ അതൊന്ന് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് വെളിച്ചെണ്ണയിലോ ഓയിലിലോ നിങ്ങൾക്കിത് വഴറ്റിയെടുക്കാം. കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സവാളയൊക്കെ എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടി പറഞ്ഞാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. മുളക് മഞ്ഞളൊന്നും ചേർക്കണില്ല കേട്ടോ. ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് നല്ലോണം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കുരുമുളകൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഒരുപാട് ടൈമൊന്നും തീ ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കുക. ഒരുപാട് ആളൊക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഞാനിവിടെ കറക്റ്റ് അളവ് പറയാത്തതിൻ്റെ കാരണം ഏത് അളവിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സാക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഞാനിത് 1/2 കിലോ മൈദ, ഉപ്പ്, വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പൂരിമാവൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ട് ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് കയ്യിലൊന്ന് പരത്തിയിട്ട് നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങിൻ്റെ മസാല ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് പരത്തിയെടുക്കുക. റൗണ്ടിലോ അതുപോലെ സ്ക്വയർ ഷേപ്പിലോ നിങ്ങൾക്ക് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ ചുട്ടെടുക്കുക. കുറച്ച് നെയ്യോ ഓയിലോ തടവിയിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ